നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, എന്താടി, എന്താ പറ്റി? നിന്റെ ഭാവം കണ്ടിട്ട് നിന്നെ ആരോ കൊല്ലാൻ വന്ന പോലെ ഉണ്ടല്ലോ. എടി, എന്താന്ന്? അവനോ? ആര്? നിഖിൽ വന്നിട്ടുണ്ട്. നിഖിലോ? മോനെ, ഞങ്ങൾ എത്ര നേരിട്ട് നിന്നെ കാത്തിരിക്കുന്നു. എന്തു പറ്റിയടാ ഇത്ര ലേറ്റ് ആവാൻ കാരണം? നേരത്തെ എത്തുന്നല്ലേ പറഞ്ഞിരുന്നത്? അച്ഛാ, ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിപ്പോയി. വല്യമ്മേ, സുഖം തന്നെയല്ലേ? വല്യമ്മ എന്താ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നേ? ഇത് ഞാൻ തന്നെയാ, ഒരു മാറ്റവും ഇല്ല. വരുമെന്ന് പറഞ്ഞെങ്കിലും നീ ഇത്രയും നേരത്തെ ഇവിടെ എത്തുമെന്ന് എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു. എന്തായാലും സന്തോഷമായി മോനെ. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അവിടെയാണെങ്കിലും എനിക്ക് നമ്മുടെ നാടും വീടും മറക്കാൻ പറ്റില്ലല്ലോ. നിഖിൽ മോൻ, എനിക്കവിടെ പറ്റില്ല വല്യമ്മേ. നമ്മുടെ നാട് തന്നെ എനിക്കിഷ്ടം. അപ്പച്ചി, എന്താ മോനെ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അതൊക്കെ സാവകാശം പറയാം. ഞാനിപ്പോ ഒന്ന് കേറിയല്ലേ ഉള്ളൂ. എന്താ ഗിരിജെ, എന്താ കാര്യം പറ? അവൻ വന്നിട്ടുണ്ട്. ആര്? നിഖിൽ. നിഖിലോ? അതാരാ? ഏത് ഞങ്ങളുടെ മോൻ? പവിട്ട, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? കാണിച്ചു തരാം ഞാൻ. ദേ, സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അവനെ അറിയാലോ, കൃത്യമായ പ്ലാനിങ്ങോടെ ആയിരിക്കും അവൻ വന്നിരിക്കുന്നത്. ആരെന്ത് പ്ലാൻ ചെയ്താലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഈ പവിത്രം തീരുമാനിക്കുന്നത് മാത്രമേ മരുവത്തൂർ വീട്ടിൽ നടക്കൂ. ഒരു മിനിറ്റ്. ഇത് വല്യമ്മയ്ക്ക് എന്റെ വക പ്രത്യേക സമ്മാനം. വാങ്ങിച്ചോ? താങ്ക് യു. ഹലോ പവിയങ്കിൾ, ഗിരിജാൻഡി, എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ശ്രേയ, തന്റെ ഒരു വിവരമില്ലല്ലോടോ. അതെ, തനിക്ക് ഞാനൊരു പ്രത്യേക ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരാം. മറികെ. ഇതെന്താണെന്ന് താൻ തുറന്നു നോക്കും, മനസ്സിലാകും. എനിക്ക് വേണ്ട. അതെന്താ ശ്രേയെ? അവ സന്തോഷത്തോടെ തന്നതല്ലേ? ഇവന്റെ സന്തോഷമൊന്നേ എന്റെ മോക്ക് വേണ്ട. അതെ, പഴയ പോലെ നിന്റെ നമ്പറുകളൊന്നും ഇനി ഇവിടെ എടുക്കാന്ന് നീ വിചാരിക്കരുത്. എന്താ അങ്കിൾ ഇത്? എന്താ പവി ഇത്? അവനിങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. പഴയതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. അങ്കിളെ, അങ്കിൾ അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? ശേ, പണ്ട് ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ കാണിച്ചു. അതൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുത്തോ നിങ്ങൾ? സത്യം പറഞ്ഞ
അതൊന്നും എന്റെ കുഴപ്പമല്ല. എന്റെ ഫ്രണ്ട്സ് കാരണം പറ്റിപ്പോയതാ. ഇനി എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വല്യമ്മേ, എന്റെ ഒരു ഫ്രണ്ട്സിനെ പോലും ഞാൻ ഈ ഏരിയയിലേക്ക് പോലും അടുപ്പിക്കില്ല. അതുപോലെ അതെ, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി കുളിച്ച് ഫ്രഷായി വല്ലതും കഴിക്കാൻ നോക്ക്. പോ. ശ്രേയ, ഇനി ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കാർക്കും ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നു. ഇത് സത്യമാ. ഇത് എന്റെ കുടുംബമാണ്. എൻ്റെ അച്ഛനും അമ്മയും വല്യമ്മയും അപ്പച്ചയും അങ്കിളും ആന്റിയും ഒക്കെ അടങ്ങുന്ന സന്തോഷകരമായ കുടുംബം. ഇതിന്റെ മഹത്വം ഇപ്പോ എനിക്ക് നല്ലതുപോലെ അറിയാം. അതറിയണമെങ്കിൽ നാടും വീടും വീട്ടുകാരെയും വിട്ട് പുറത്തെവിടെങ്കിലും പോയി താമസിക്കണം. അച്ഛാ, നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആവണം. ചെല്ല്. ഞാനെടുത്തോളാം. മോൻ ചെല്ല്. പോയിക്കോ. ഗീതമ്മ, എന്റെ മകനെ ഇപ്പൊ പഴയ ആളൊന്നുമല്ല. കണ്ടില്ലേ, എല്ലാവരോടും എത്ര സ്നേഹമായിട്ട് അവൻ പെരുമാറിയത്. ഇങ്ങനെ പെരുമാറിയാലേ അവന് തന്നെ നല്ലത്. വാവ വീട്ട. നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നേ? അതും എടുത്തോണ്ട് ഇങ്ങോട്ട് വാ മനുഷ്യ. വാ. അവന്റെ വരവ് എല്ലാവരും ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. എനിക്കിതിലൊരു അത്ഭുതവും ഇല്ല. ഇതേ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് അവനോട് എത്തിച്ചിരിക്കുന്നത്. അതിനു പിന്നിലെ ലക്ഷ്യങ്ങൾ നമ്മൾ കരുതുന്ന പോലെ ചെറുതല്ല. അവൻ ഭാവിയിൽ നമുക്കൊരു ശത്രു തന്നെയായിരിക്കും. ഇക്കാര്യത്തിൽ നമ്മൾ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന്റെയും കൂടെ വീടാ ഇത്. അവൻ പിച്ച വെച്ച് വളർന്നത് ഇവിടെയാ. അവനുണ്ടാക്കിയ പുകിലൊക്കെ മറന്നോ? അവനെതിരെ കുറ്റം ആരോപിച്ചത് ഗിരിജയാ. അതുകൊണ്ട് തന്നെ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഗീതമ്മയ്ക്ക് എന്ത് തോന്നുന്നു?